ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ MD ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. പോസിറ്റീവ് ബയാസ് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ച പോലെ ഇനി എലക്ഷൻ റിസൾട്ടിൻ്റെ ദിവസം അടുക്കും തോറും മാർക്കറ്റിലൊരു ബുള്ളിഷ് ബയാസ് കൂടുതൽ കാണാനാണ് ചാൻസസ് കൂടുതൽ. ഗ്ലോബൽ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ മാർക്കറ്റ് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് ഇപ്പോഴത്തെ ന്യൂസ് ഫ്ലോസ് വെച്ചിട്ട് നമുക്ക് അസസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ അമേരിക്കയിൽ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരുന്നു. ഹയർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. ഇന്നാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നത്. പക്ഷേ അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ടെക്നോളജിയൊക്കെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് S&P 500 വിക്സ് നോക്കുകയാണെങ്കിൽ 13.42 ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. മിനിഞ്ഞാന്ന് അത് 13.6 ആയിരുന്നു. ഇതും സൂചിപ്പിക്കുന്ന ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് തന്നെയാണ്. യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്നലെ മിക്സഡ് ആയിരുന്നു. മെജോറിറ്റി ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ചൈനീസ് മാർക്കറ്റുകൾ ഇന്നലെയും വീക്കാണ്, ഇന്നും വീക്കാണ്. ചൈനീസ് പ്രോപ്പർട്ടി മാർക്കറ്റിലുള്ള ക്രൈസിസ് ആണ് ഇതിന് കാരണം. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇന്ന് വന്നിട്ടുള്ള ന്യൂസ്, ചൈനീസ് ഗവൺമെൻറ് അൺസോൾഡ് ഹൗസസും അപ്പാർട്ട്മെൻറ്റുകളൊക്കെ വാങ്ങാൻ പോവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പ്രോപ്പർട്ടി മാർക്കറ്റിനെ സേവ് ചെയ്യാൻ വേണ്ടിയാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസുകളൊക്കെ മാർക്കറ്റിൽ വീണ്ടും ഒരു നെർവസ്നെസ് ചൈനീസ് പ്രോപ്പർട്ടി മാർക്കറ്റിൽ ഉണ്ടാക്കുന്നുള്ള ന്യൂസ് ഫ്ലോസും വരുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് മൂവ് എന്ത് തന്നെയായാലും വലിയ എഫേർട്ടുകളാണ് ചൈനീസ് ഗവൺമെൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റിമുലസ് അനൗൺസ് ചെയ്യുന്നു പറയുന്നുണ്ട്. പക്ഷേ ചൈനീസ് മാർക്കറ്റിൽ ഇന്ന് മോർണിംഗിൽ കാര്യമായിട്ടുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒന്നുമില്ല, മറിച്ച് നെഗറ്റീവ് സെൻറ്റിമെൻറ്റിലാണ് ചൈനീസ് മാർക്കറ്റുകൾ ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. മോർണിംഗിലും ബെറ്ററാണ്. $2364.10 പെർ ഔൺസ് ആണ് ഇന്ന് മോർണിംഗിൽ ജൂൺ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $82.95 പെർ ബാരലിനാണ്. ഒപ്പം നമ്മൾ അമേരിക്കയിൽ കോപ്പർ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു പൗണ്ടിന് $5.04 ആണ് വന്നിട്ടുള്ളത്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇപ്പോഴും ഓൾ ടൈം ഹൈ വന്നിട്ടില്ല. പക്ഷേ കോപ്പർ വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. ഒപ്പം അലുമിനിയം, സിങ്ക് ഈ കമോഡിറ്റികൾ മുന്നേറുകയാണ്. അപ്പോൾ പൊതുവേ മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ഇന്നും ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇന്ത്യ സ്പെസിഫിക് ന്യൂസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരുന്നു. 4.83 ആയിരുന്നു ഏപ്രിൽ. അതോടൊപ്പം തന്നെ ഇന്നലെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരുന്നു. 1.26% ആണ്. 13 മാസത്തെ ഹയസ്റ്റ് ലെവലിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മാനുഫാക്ചറിങ് സെക്ടറിലൊക്കെ നല്ല രീതിയിലുള്ള ആക്ടിവിറ്റി ഉണ്ട് എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് ഇത് നൽകുന്നത്. അതേസമയം കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരിക്കുന്നത് 11 മാസത്തെ ലോവർ ലെവലിലാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് റിയാക്ഷനാണ് ഈ രണ്ട് ഡാറ്റകളിൽ നിന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ Q4 റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ സീമെൻസ് നമ്മുടെ തന്നെ ടോപ്പിക്കുകളിലൊന്നായിരുന്നു. നമ്മളും മുമ്പ് തന്നെ സജസ്റ്റ് ചെയ്തിരുന്നതാണ് ഇതിൻ്റെ ഡീമർജർ വരും, 1:1 ആണ് റേഷ്യോ വരിക എന്നുള്ളത്. അതേപോലെ തന്നെ ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എക്സലൻറ്റ് റിസൾട്ടാണ് ഒപ്പം വന്നിരിക്കുന്നത്. Q4 റിസൾട്ടും എക്സലൻ്റ് ആണ്. ഒപ്പം ഓർഡർ ഇൻടേക്കും എക്സലൻ്റ് ആണ്. അപ്പോൾ യൂറോപ്യൻ കമ്പനികളെല്ലാം തന്നെ എക്സലൻറ്റ് പ്രോഫിറ്റബിലിറ്റിയാണ് ഇന്ത്യയിൽ അവരുടെ സബ്സിഡിയറിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 1:1 ആണ് സീമെൻസിൻ്റെ ഡീമർജർ റേഷ്യോ. സീമെൻസ് എനർജി ലിമിറ്റഡ് എന്ന പേരിലാണ് എനർജി ഡിവിഷൻ ഡീമർജ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. വീണ്ടും സീമെൻസ് മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. ഒപ്പം മറ്റൊരു സ്റ്റോക്ക് നമ്മുടെ തന്നെ ടോപ്പിക്കുള്ളൊന്നാണ് JSL ലിമിറ്റഡ്, ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ലിമിറ്റഡ്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. 201L എന്ന് പറയുന്ന വളരെ തിക്കനെസ് കുറഞ്ഞിട്ടുള്ള സ്റ്റീല് ഇവർ വന്ദേ ഭാരത് മെട്രോയ്ക്ക് സപ്ലൈ ആണ്. ജൂലൈ മുതൽ വന്ദേ ഭാരത് മെട്രോ റൺ ചെയ്തു തുടങ്ങും. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. റീസെൻ്റായിട്ട് ആർമിക്കും വളരെ തിക്കനെസ് കുറഞ്ഞിട്ടുള്ള സ്ട്രോങ് സ്റ്റെയിൻലെസ് സ്റ്റീൽ സപ്ലൈ ചെയ്തുകൊണ്ട് JSL ഡിഫൻസ് എൻട്രി നടത്തിയിരുന്നു. ജിൻഡാൽ സ്റ്റെയിൻലെസ്സിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. വളരെ വലിയ രീതിയിൽ അടുത്ത മാസങ്ങളിലും വർഷങ്ങളിലൊക്കെ മുന്നേറാൻ ചാൻസസ് ഉള്ള ഒരു MNC കമ്പനിയായി മാറാൻ പോകുന്ന ഒരു കമ്പനിയും കൂടിയാണ് ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ. എല്ലാവരുടെ പോർട്ട്ഫോളിയോയിലും ഇൻക്ലൂഡ് ചെയ്യുന്നത് നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു സജഷൻ.
ഒബറോയ് റിയാലിറ്റി നല്ല Q4 റിസൾട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് നമ്മൾ റെക്കമെൻഡ് ഡിഫൻസ് സ്റ്റോക്കുകളെല്ലാം തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ ഹയർ ടാർഗറ്റ് കൊടുത്ത് റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. HILൻ്റെ പുതിയ ടാർഗറ്റ് വന്നിരിക്കുന്നത് 5200 UBS ആണ് HILന് ഹയർ ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത്. മറ്റെല്ലാ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും ഹയർ ടാർഗറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഭാരതി എയർടെലിൻ്റെ റിസൾട്ട് വന്നിരുന്നു. റിസൾട്ട് ബിലോ എക്സ്പെക്റ്റേഷൻ ആണ്. നെറ്റ് പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ നൈജീരിയൻ ഓപ്പറേഷനിലുണ്ടായിട്ടുള്ള ഇഷ്യൂ ആണ്. നൈജീരിയൻ ഗവൺമെൻറ് അവിടുത്തെ കറൻസി ഡീവാല്യൂ ചെയ്തതിൻ്റെ ഇമ്പാക്റ്റ് ആണ്. ഓവർസീസ് ഓപ്പറേഷൻസ് ഉള്ള കമ്പനികളെയൊക്കെ ദോഷമായി ബാധിക്കുന്നതാണ്. അതാത് ഓവർസീസ് കൺട്രികളിൽ ഉണ്ടാകുന്ന കറൻസി ഡീവാല്യുവേഷൻ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. പക്ഷേ ആവറേജ് റവന്യൂ പെർ യൂസർ നോക്കുകയാണെങ്കിൽ 209 ഹയസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി ആണ്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ലെവലിൽ നോക്കുകയാണെങ്കിൽ റിലയൻസിൻ്റെ 181.7 ഉള്ളൂ. അതുപോലെ തന്നെ വോഡാഫോൺ 142 ഉള്ളൂ. അപ്പോൾ ആവറേജ് റവന്യൂ പെർ യൂസും ഡൊമസ്റ്റിക് റവന്യൂ നോക്കുകയാണെങ്കിൽ ബെറ്റർ റിസൾട്ടാണ്. പക്ഷേ ഓവർസീസ് ഓപ്പറേഷൻ വരുമ്പോൾ കൺസോളിഡേറ്റഡ് റിസൾട്ടിലൊരു കുറവ് വന്നിട്ടുണ്ട്. ഇനി മ്യൂച്വൽ ഫണ്ടുകൾ ഏപ്രിൽ മാസത്തിൽ മേജറായിട്ട് അക്വയർ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഒന്ന് കോട്ടക് മഹീന്ദ്ര ബാങ്ക് ആണ്, പിന്നെ റിലയൻസ്, ആക്സിസ് ബാങ്ക്, ഒപ്പം വോഡാഫോൺ ഐഡിയ, ജൂബിലൻ ഫുഡ്, ഗ്ലാൻഡ് ഫാർമ, ഭാരതി ഹെക്സാകോം. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ ഏപ്രിൽ അക്വയർ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ. പല സ്റ്റോക്കുകൾ അവർ സെല് ചെയ്തിട്ടുണ്ട്, പക്ഷേ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും കാണാൻ ചാൻസസ് ഇല്ല. മോർഗൻ സ്റ്റാൻലി അവരുടെ എമർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സിൽ കാനറ ബാങ്ക്, അതുപോലെ തന്നെ JSW എനർജി, ഇൻഡസ് ടവറിനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇൻഡെക്സിൽ NHPC, ഇൻഡസ് ടവർ, ഫിനിക്സ് മിൽസ്, PB ഫിൻടെക്, സുന്ദരം ഫിനാൻസ്, ബോഷ്, ജിൻഡാൽ സ്റ്റെയിൻലെസ്, സോളാർ ഇൻഡസ്ട്രീസ്, ടോറൻ പവർ, മാൻകൈൻഡ് ഫാർമ, തെർമാക്സ്, ഇതൊക്കെയാണ് മറ്റ് ഗ്ലോബൽ ഇൻഡെക്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റോക്കുകൾ. പോസിറ്റീവ് റിയാക്ഷൻ കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം മാൻകൈൻഡ് ഫാർമ ഒരു അക്വിസിഷനും കൂടി നടത്താൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് Q4 റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഈ സ്റ്റോക്കിൽ കാണാൻ പോകുന്നത്. ശ്രീ സിമെൻറ്റിൻ്റെ Q4 റിസൾട്ട് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു. മാർജിൻ ഫ്രണ്ടിലും ശ്രീ സിമെൻറ്റ് പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് കാണുന്നത്. മാർജിൻ 22.2% ഇൻക്രീസ് ആയിരിക്കുകയാണ്. കഴിഞ്ഞ ഇയർ 17.4% ഷാലറ്റ് ഹോട്ടൽ നല്ല റിസൾട്ടാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. റെപ്കോ ഹോം ഫിനാൻസ് ബെസ്റ്റ് എക്സലൻറ്റ് റിസൾട്ടാണ്. BASF അനദർ യൂറോപ്യൻ എൻറ്റിറ്റിയാണ്. എക്സലൻറ്റ് റിസൾട്ടാണ് കാഴ്ചവെച്ചിരിക്കുന്നത് BASF. ഫണ്ടമെൻ്റൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ പ്രൈസ് ടു ബുക്ക് വാല്യൂ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പയറബിൾ വാല്യുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിലും BASF ഒരു അണ്ടർ പ്രൈസ്ഡ് സ്റ്റോക്കായിട്ടാണ് കാണുന്നത്. അപ്പോൾ നല്ല രീതിയിൽ മുന്നേറാൻ ചാൻസസ് ഉള്ളൊരു കമ്പനിയും കൂടിയാണ് BASF. കോൾഗേറ്റ് Q4 റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നു. ഇൻ്ററിം ഡിവിഡൻഡ്, സ്പെഷ്യൽ ഡിവിഡൻഡൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. മാർജിൻ ഫ്രണ്ടിലും കോൾഗേറ്റിൻ്റെ റിസൾട്ട് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്. ദേവയാനി ഇൻ്റർനാഷണൽ 49 കോടി രൂപ ലോസ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ എക്സലൻറ്റ് ടേൺ ഓവർ ഫിഗേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പം തായ്ലൻഡ് അക്വിസിഷൻ്റെ ഇമ്പാക്റ്റ് ഈ വർഷമാണ് അത് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്. ദേവയാനിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോഴത്തെ ലെവലിൽ ദേവയാനി ഇൻ്റർനാഷണൽ വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും. എക്സലൻറ്റ് ഗെയിൻസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഒപ്പം ഡൈനാമാറ്റിക് ടെക്നോളജീസാണ് A220 എയർക്രാഫ്റ്റുകൾക്കും അതുപോലെ A320 എയർക്രാഫ്റ്റുകളൊക്കെ ഡോറുകളും മറ്റ് സ്പെയർസസ് സപ്ലൈ ചെയ്യുന്നത്. വളരെ ലോ ഇക്വിറ്റി ബേസ് ഉള്ളൊരു കമ്പനിയാണ്. 10 രൂപയാണ് ഫേസ് വാല്യൂ വരുന്നത്. പ്രൊമോട്ടർ 41.87% ഹോൾഡ് ചെയ്യുന്നത്. നല്ല രീതിയിൽ അടുത്ത വർഷങ്ങളിൽ മുന്നേറാൻ ചാൻസസ് ഉള്ളൊരു കമ്പനിയാണ് ദേവയാനി. പോളിക്യാബ് 1100 കോടി രൂപ ക്യാപെക്സ് സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ് 2025-26-27 ഫൈനാൻഷ്യൽ ഇയറിൽ. വലിയ എക്സ്പാൻഷൻ പ്ലാനുകളാണ്. ഒപ്പം എക്സലൻറ്റ് റിസൾട്ടാണ് പുറത്തുവിട്ടിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പ്ലേയേഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തും കൺസ്ട്രക്ഷൻ രംഗത്തും ഉണ്ടാകുന്ന നമ്മുടെ ഡെവലപ്മെൻറ്റ് വളരെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാവുന്ന ഒരു കമ്പനിയും കൂടിയാണ് പോളിക്യാബ്. അപ്പോൾ പോളിക്യാബ് വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. വരുൺ ബെവറേജസ് നമ്മുടെ തന്നെ ടോപ്പിക്കുള്ളെന്നാണ് വരുൺ ബെവറേജസ്. ബിഗ് എക്സ്പാൻഷൻ പ്ലാനുകളാണ് ഓവർസീസ് കൺട്രികളിൽ
പ്ലാൻ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ആഫ്രിക്കൻ കൺട്രികളിലൊക്കെ. ഇതിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം ഇന്ത്യയിലെ ഡൊമസ്റ്റിക് എക്സ്പാൻഷനും വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ലോങ് റണ്ണിൽ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള ഒരു പെപ്സിക്കോ റിലേറ്റഡ് കമ്പനിയാണ്. പെപ്സിയുടെ ബോട്ടിലിങ്ങും മാർക്കറ്റിങ്ങും ഒക്കെ നടത്തുന്നത് ഇന്ത്യയിൽ. അതുപോലെ തന്നെ പല ഏഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കയിലും പുതുതായിട്ട് എൻട്രിയാണ്. വരുൺ ബിവറേജസ് ലിമിറ്റഡ് ആണ്. വരുൺ ബിവറേജസ് ലിമിറ്റഡിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ട് ന്യൂസ് ഫ്ലോസ് ആണ്. ഒപ്പം വലിയ ക്യാപെക്സ് ആണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി അവർ 3 ഗ്രീൻഫീൽഡ് പ്രൊജക്റ്റുകൾ കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഈ വർഷമാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഓവറോൾ ഇന്ന് വന്നിട്ടുള്ള ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവാണ്. ഇലക്ഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഞാൻ ഇന്നലെ സൂചിപ്പിച്ച പോലെ മാർക്കറ്റ് ഒരു പോസിറ്റീവ് ബയാസിൽ ട്രേഡ് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. ഇനി ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇലക്ഷൻ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് വരികയാണെങ്കിൽ മാത്രമാണ് മാർക്കറ്റിൽ കാര്യമായിട്ടുള്ള സെൽ ഓഫ് കാണാൻ ചാൻസസ് ഉള്ളൂ. അല്ലാത്ത പക്ഷം മാർക്കറ്റ് ഒരു പോസിറ്റീവ് ബയാസിൽ ട്രേഡ് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. അപ്പം കമോഡിറ്റി റിലേറ്റഡ് സ്റ്റോക്കുകളായ വേദാന്ത, ഹിന്ദുസ്ഥാൻ സിങ്ക്, ഹിൻഡാൽകോ, പ്രത്യേകിച്ച് കോപ്പർ പ്രൈസ് വളരെ മുന്നേറുകയാണ്. അലുമിനിയം പ്രൈസ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹിൻഡാൽകോ, വേദാന്ത ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ സിങ്ക്, ഒപ്പം വേദാന്തയുടെ ഡിസ്പ്ലേ ഗ്ലാസ് രംഗത്തേക്കുള്ള ഇന്ത്യയുടെ എക്സ്പാൻഷൻ പ്ലാനുകളും വളരെ പോസിറ്റീവാണ്. ജാപ്പനീസ് കമ്പനിയിൽ അവർ ഓൾമോസ്റ്റ് 100% സ്റ്റേക്ക് ആക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഡിസ്പ്ലേ ഗ്ലാസ് രംഗം നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ 100% ഇമ്പോർട്ടാണ്. വേദാന്തയുടെ പ്രൊജക്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വേദാന്തനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. നമ്മൾ വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളിൽ ഒന്നാണ് വേദാന്ത. അതോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ സിങ്ക്, ഹിൻഡാൽകോ ഒക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകൾ ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ, വരുൺ ബിവറേജസ്, ദേവയാനി ഇൻ്റർനാഷണൽ, അതുപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് സ്റ്റോക്കുകൾ നമ്മൾ റെക്കമെൻഡ് ചെയ്ത ഭാരത് ഡൈനാമിക്സ്, HAL, BEL, കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഗാർഡൻ ഷീറ്റ്സ്, ഷിപ്പ് ബിൽഡേഴ്സ്, ക്യുമിൻസ് ഇന്ത്യ, SBI ലൈഫ്, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങുന്നത് നന്നായിരിക്കും. അപ്പോൾ വൊളാറ്റിലിറ്റി ഒക്കെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. ഗ്ലോബൽ വൊളാറ്റിലിറ്റി, ജിയോ പൊളിറ്റിക്കൽ റിലേറ്റഡ് വൊളാറ്റിലിറ്റി, ഇലക്ഷൻ റിലേറ്റഡ് വൊളാറ്റിലിറ്റി. അപ്പോൾ ഈ വൊളാറ്റിലിറ്റി ഒക്കെ വളരെ പേഷ്യൻസോടുകൂടി തരണം ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.